ശരണ്യ, ഗുഡ് മോർണിംഗ്. SFIയുടെ സമ്മേളനത്തിന്റെ വലിയ ആവേശം കോഴിക്കോട് ഇപ്പോൾ അലയടിക്കുകയാണ്. ഇന്ന് പുതിയ അഖിലേന്ത്യാ ഭാരവാഹികളെയൊക്കെ നമുക്കറിയാൻ കഴിയും. പുതിയ കമ്മിറ്റി വരും. അങ്ങനെ ഒപ്പം തന്നെ ഇന്ന് സെക്രട്ടറി മറുപടി പറയുകയും ചെയ്യും പൊതു ചർച്ചയ്ക്കല്ലേ? അതെ അതെ മനു, ഗുഡ് മോർണിംഗ്. എന്തായാലും SFIയുടെ 18ാം അഖിലേന്ത്യാ സമ്മേളനത്തിൻ്റെ മൂന്നാം ദിവസമാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് പുതിയ ഭാരവാഹികളെ അറിയുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഇന്നലെയും നടന്ന പൊതുചർച്ച, അതിൻ്റെ ഭാഗമായിട്ടുള്ള സബ് കമ്മിറ്റി ചർച്ച കൂടി ഇന്ന് നടക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും സെക്രട്ടറി അതിനുള്ള മറുപടികൾ പറയുന്നത്. മറ്റ് കാര്യങ്ങളൊക്കെ അതിനുശേഷമാണ് നടക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് പുതിയ നേതൃത്വത്തെ അറിയുക എന്ന് തന്നെയാണ്. അതിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മളോടൊപ്പം ഇപ്പോൾ SFIയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ആദർശ് എം സജിയുണ്ട്. സഖാവിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. സഖാവെ, ഗുഡ് മോർണിംഗ്. സഖാവെ, SFIയുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് പുതിയ നേതൃത്വത്തെ അറിയുക എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം തന്നെ SFI പ്രസ് മീറ്റിംഗ് വെച്ചപ്പോഴൊക്കെ തന്നെ പല മാധ്യമങ്ങളിൽ നിന്നും ഉയർന്നു വന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് SFIയുടെ നേതൃനിരയിലേക്ക് വനിതകൾ വരുന്നില്ല എന്നുള്ളത്. അതിന് കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട്. കാരണം SFIയെ പോലുള്ളൊരു സംഘടന ആയതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു ചോദ്യം തന്നെ ഉന്നയിച്ചത്. അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഒന്ന്, നമ്മുടെ രാജ്യത്ത് ഇപ്പം 3 സംസ്ഥാനങ്ങളിലധികം വനിതകളാണ് ഭാരവാഹികളായി ഉള്ളത്. ഒന്ന്, ബീഹാറിൽ നിന്നുള്ളത് നമ്മുടെ വനിതാ സഖാവ് കുമാരി ക്രാന്തി ഒരു വനിതയാണ്. അതോടൊപ്പം തന്നെ ദില്ലിയിൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത് സഖാവ് ഐഷി ഘോഷാണ്. അതോടൊപ്പം തന്നെ ഗുജറാത്തിൽ സത്യേഷ ലേവുവാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചരിത്രത്തിലാദ്യമായി ഗുജറാത്തിൽ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച സത്യേഷയാണ് അവിടെ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത്. അപ്പോൾ വനിതകളെ സ്വാഭാവികമായി തന്നെ അവർ ഈ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. അവരെ വലിയ സ്വീകാര്യത തന്നെ ഈ സംഘടനയ്ക്കകത്ത് ഉറപ്പുവരുത്തുന്നതിൽ SFIക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളതിനകത്ത്. മറ്റൊന്നുമില്ല, നമ്മുടെ മെമ്പർഷിപ്പിൻ്റെ വലിയൊരു ഭാഗവും വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ് ഈ സംഘടനയെ വ്യത്യസ്തമാക്കി തന്നെ മാറ്റുന്നത്. സ്വാഭാവികമായിട്ടും ഒരുപാട് പ്രതിസന്ധികളുള്ള കുറച്ച് കാലത്തൂടെയാണ് ഈ ഒരു SFIയുടെ സമ്മേളനവും നടക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഗവർണർമാരുടെ ഒരു വിഷയം തന്നെയാണ്. അതിന് തീർച്ചയായും SFI സമ്മേളനത്തിൽ ചർച്ച ചെയ്തിട്ടുമുണ്ടാവും, ഇല്ലേ? നമ്മൾ പ്രമേയം ഉൾപ്പെടെ ഈ ഗവർണർമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം BJPക്ക് ബദലായി ഗവൺമെൻറ്റുകളുള്ള എല്ലായിടത്തും ഈ ഗവർണർമാരെ ഉപയോഗിച്ചാണ് രാജ്യത്താകമാനം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയും സംഘപരിവാർ സംവിധാനങ്ങളെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കുത്തിനിറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് ഗവർണർമാരെ ഉപയോഗിച്ചാണ്. തമിഴ്നാട്ടിൽ സംഭവിക്കുന്നു. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ നിലയിൽ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും വലിയ നിലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലാണ്. കാരണം രാജ്യത്താകമാനം തന്നെ ഒരു ബദൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസമാകട്ടെ പൊതുവിദ്യാഭ്യാസമാകട്ടെ ഒരു വലിയ ബദൽ തീർക്കാൻ വേണ്ടി ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, ഏകദേശം 28ഓളം ഘടകങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളോട് പങ്കെടുക്കുന്നുണ്ട് സമ്മേളനത്തിൽ. അപ്പോൾ അവരെല്ലാം അത്ഭുതത്തോടു കൂടിയാണ് കേരളത്തെ കാണുന്നത്. അപ്പോൾ അവിടെ സ്കൂളിൽ അധ്യാപകർ കൃത്യമായിട്ടില്ല, മതിയായ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളില്ല. ആ നിലയിൽ ഇരുട്ടുമുറിയിൽ നിന്ന് പഠിക്കേണ്ട സ്ഥിതി, ഒരധ്യാപകരോ അല്ലെങ്കിൽ ഒരു വിഷയത്തിന് പഠിപ്പിക്കാൻ ഒരധ്യാപകരും ഇല്ലാത്ത സ്ഥിതി വിവിധ സ്കൂളുകളിലുണ്ട്. നല്ല മതിയായ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളില്ല, ഡിജിറ്റൽ ഡിവൈസുകൾ ഇല്ല, മതിയായ ലാബോറട്ടറികളില്ല. ആ നിലയിൽ ഉള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് ഇവിടെ വന്നത്. കേരളത്തിൽ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. കാരണം കേരളം ഉയർത്തിപ്പിടിക്കുന്ന ബദൽ അത് സ്വാഭാവികമായി മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഇല്ലാത്തൊന്ന്. അപ്പോൾ അതിന് വലിയ ആവേശത്തോടു കൂടിയാണ് വിദ്യാർത്ഥികൾ തന്നെ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ തന്നെ നോക്കിക്കാണുന്നത്. അത് സ്വാഭാവികമായി സംഘപരിവാർ ഗവൺമെൻറ്റിന് അതൊരു പ്രതിരോധമായി വരും എന്നുള്ളത് കൊണ്ടാണ് ഈ നിലയിൽ ഏറ്റവും മെച്ചപ്പെട്ട ബദലുയർത്തിയ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം. അതിനകത്ത് നിലവിൽ അവർക്ക് ഇടപെടാൻ പറ്റുന്ന ഗവർണർ എന്നൊരു സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ മര്യാദകളും ഇല്ലാതെ അവർ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേരളത്തിനകത്തെ SFI വലിയ നിലയിലുള്ള മുന്നേറ്റമാണ്, പ്രതിരോധമാണ്. അതിനെതിരെ വലിയ സമര പ്രക്ഷോഭങ്ങളുമായിട്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. മെമ്പർഷിപ്പിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആൻഡമാൻ നിക്കോബാറിൽ അടക്കം SFI കുറച്ചുകൂടെ ശക്തി പ്രാപിക്കുന്നു. മെമ്പർഷിപ്പിൽ വളരെയധികം വർധനവുണ്ടാവുന്നു. അപ്പോൾ അതൊക്കെ SFIയുടെ കൂടുതൽ ഊർജ്ജസ്വലമായ പ്രവർത്തനത്തെയല്ലേ കാണിക്കുന്നത്? അതായത് 2022 SFIയുടെ 17ാമത് അഖിലേന്ത്യാ സമ്മേളനം തെലങ്കാനയിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ തെലങ്കാനയിലെ 17ാം സമ്മേളനത്തിൽ നിന്ന്
18ാം സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ ഏകദേശം 5 ലക്ഷത്തിനടുപ്പിച്ചുള്ള മെമ്പർഷിപ്പിൻ്റെ വർധനമാണ് SFIക്ക് ഉണ്ടായത്. അതായത് വലിയ നിലയിലൊരു മുന്നേറ്റം SFIക്ക് ഈ കാലയളവിൽ വലിയ സ്വീകാര്യത ഈ കാലയളവിൽ SFIക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. മറ്റൊന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ പുതുതായി ഈ സംഘടനാ പ്രവർത്തനം ആരംഭിക്കാൻ അത് ഒരു വലിയൊരു ആവേശമാണ് ഈ സംഘടനയ്ക്ക്. ഇപ്പോൾ ഗോവയിൽ വർഷങ്ങൾക്ക് ശേഷം വലിയ നിലയിലൊരു സംഘടനാ പ്രവർത്തനം നടത്തി ഒരു ഘടകം രൂപീകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കുന്നു. ലക്ഷദ്വീപിൽ വലിയ നിലയിലുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി സാധിക്കുന്നു. ആൻഡമാൻ നിക്കോബാറിൽ വലിയ നിലയിലുള്ള മുന്നേറ്റം സംഘടനാ സംവിധാനങ്ങൾ രൂപീകരിച്ചുകൊണ്ട് അപ്പോൾ രൂപീകരിക്കുന്നത് മാത്രമല്ല അവരവരുടെ സമരസംഘടനാ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നുള്ള വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി എവിടേക്കാണോ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നത് അവിടെയെല്ലാം മുദ്രാവാക്യങ്ങൾ ഉയർത്തി വിദ്യാർത്ഥികളുടെ ശബ്ദമായി മാറുന്നതിന് വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് വളരെ നിലയിൽ ആവേശമാക്കി സ്വാഭാവികമായി ഈ സമ്മേളനത്തിൽ ഒരു വലിയ മുന്നേറ്റമെന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഇത് തന്നെയാണ് ഏറ്റവും പ്രത്യേകതയുള്ളതാണ് പറയാനുള്ളത്. തീർച്ചയായും അതാണ് മനു. ഇപ്പോൾ സംഘടനയുടെ ഏറ്റവും ശക്തിയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. അതുതന്നെയാണ് മെമ്പർഷിപ്പ് വർധനവിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. മെമ്പർഷിപ്പ് വർധനവിലുണ്ടായ കാര്യം ആൻഡമാൻ നിക്കോബാർ, കശ്മീർ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ SFIയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ SFIയുടെ അത്രയും ശക്തമായ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലാകം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു അഖിലേന്ത്യാ സമ്മേളനം നടക്കുന്ന വേദിയിൽ നിന്നും പറയാനുള്ളത്. മനു.